So, my dear friends, my dear students, we have just mentioned a few functions of education. We just explained or we just discussed socialization, social control, social change, and social reformation. Now, something similar is the social transformation. So I don't want to elaborate or I don't want to explain much now about social transformation because we have got this topic in the fourth semester. Good morning, Sobin. Good morning, Lulu. So what is social transformation? Social change is some alteration in social relationships, social structure, and social pattern, we thought. Or social change occurs when the members of the present generation engage in some activities which were not being engaged by the immediate forefathers. So some alterations. But social transformation is complete change in almost all the aspects of a particular society because of the effort done by an individual who has got unprecedented commanding power and communication skill. Social transformation is complete change, almost complete change in almost all the aspects of a society brought by some great effort by some individual, an individual or a group of individuals who has got unprecedented commanding power and communication skill, or unprecedented guts, courage. സാമൂഹിക പരിവർത്തനം. നമ്മൾ നേരത്തെ സാമൂഹിക മാറ്റത്തെ കുറിച്ച് പറഞ്ഞു. സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് സാമൂഹിക ഘടനയിലും സാമൂഹിക രൂപത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ഉണ്ടാകുന്ന ചില അന്തരങ്ങൾ, ചില പുതിയ പ്രവണതകൾ, ചില നവീന പ്രവണതകളെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് വിളിക്കുന്നത്. പ്രശസ്തനായ ഒരു വ്യക്തി സാമൂഹിക മാറ്റത്തിന് നൽകിയ ഒരു നിർവചനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നിലവിലുള്ള തലമുറയിലെ അംഗങ്ങൾ അതിൻ്റെ തൊട്ടു മുമ്പുള്ള തലമുറയിലെ അംഗങ്ങൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതിനെ സാമൂഹിക മാറ്റം എന്ന് വിളിക്കുന്നു. അത് കൊച്ചു കൊച്ചു മാറ്റങ്ങൾ എന്ന രീതിയിൽ പറയാൻ പറ്റും. സാമൂഹിക പരിവർത്തനവും സാമൂഹിക മാറ്റവും നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്താൽ മതി. ഏതായാലും രണ്ട് ടെക്നിക്കൽ ടേമുകൾ ഉള്ളത് കൊണ്ട് ആദ്യത്തേത് ചില മാറ്റങ്ങൾ. പരിവർത്തനം എന്ന് പറയുമ്പോൾ ആ വാക്കിന് കുറച്ചുകൂടെ ആഴമുണ്ട്, അല്ലെ? എൻ്റെ ജീവിതം, ചില ആളുകൾ പറയും എൻ്റെ ജീവിതത്തിന്റെ ഒരു പരിവർത്തനം സംഭവിച്ചത് ആ ഒരു സമയത്താണ്. ഇവിടെ നമ്മുടെ ചിന്താഗതി മുഴുവൻ മാറാണ്, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവൻ മാറാണ്, നമ്മുടെ സംസ്കാരം മുഴുവൻ മാറാണ്, നമ്മുടെ ജീവിത രീതി മുഴുവൻ മാറാണ്. അതിനാണ് സാമൂഹിക പരിവർത്തനം എന്ന് പറഞ്ഞാൽ. സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ
ഘടനയിലോ ജീവിത രീതിയിലോ അടിസ്ഥാനപരമായ ഒരു മാറ്റവും വരുത്താതെ ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നതാണ് സാമൂഹിക മാറ്റം. സാമൂഹിക പരിവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട്, ജീവിത രീതി, സംസ്കാരം ഒക്കെ അപ്പാടെ മാറ്റിമറിക്കാണ്. അത് ചരിത്രത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അസാധാരണ പ്രതിഭാശാലികളായ, ദിഷണാശാലികളായ, അസാധാരണ ധൈര്യമുള്ള, തന്റേടമുള്ള, നിലവിലുള്ള സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയുള്ള, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ മനസ്സുകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അസാമാന്യ ആശയവിനിമയ ശേഷിയുള്ള ചില വ്യക്തികളുടെ പ്രവർത്തനം കാരണമാണ് അങ്ങനെയുള്ള പരിവർത്തനം നടക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു ഡെഫിനിഷനാണ് ഞാൻ ചില സോഴ്സുകളിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അസാമാന്യ പ്രതിഭാശാലികളായ, തന്റേടമുള്ള, ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള, ആശയവിനിമയ ശേഷിയുള്ള ചില വ്യക്തികളുടെ പരിശ്രമ ഫലമായി ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പരിപൂർണമായ മാറ്റത്തെ സാമൂഹിക പരിവർത്തനം എന്ന് വിളിക്കുന്നു. വിദ്യാഭ്യാസം അങ്ങനെ ഒരു ധർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കണം. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ അത്തരം പരിവർത്തനങ്ങൾ വിദ്യാസമ്പന്നരായ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഘടന തന്നെ മോശമാണ്, അത് മുഴുവൻ അരാജകത്വമാണ്, മുഴുവൻ അനീതിയാണ്, മുഴുവൻ സാമൂഹിക അനാചാരങ്ങളാണ് അവിടെ ഉള്ളത് എങ്കിൽ എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ സാമൂഹിക ഘടനയെ അപ്പാടെ മാറ്റിമറിക്കാൻ കഴിവുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക വഴി സാമൂഹിക പരിവർത്തനം കൊണ്ടുവരലാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. Yes, yeah, I think you have got the point. Yes, so some individuals have got some guts to question the existing social norms and regulations, and by using their courage, by using their capacity to inspire people, by using the unprecedented എന്ന് പറഞ്ഞാൽ അതുല്യമായ എന്നർത്ഥം, unprecedented communication skill to attract the people, by using their charismatic personality, they bring some complete change or almost complete change in society. That is what is social transformation. Charisma. Have you learned leadership in psychology? Different types of leadership in psychology? Yes? Have you learned? Tell me. Please. Anyone, please. Have you learned different types of leadership? I think leadership is a topic, a unit included in your psychology paper. Has it been completed or no? Please tell me. No, sir. No. No, dear sir. Yeah, so it will be dealt by Dr. Baby Pushpa. You will read, you will learn about different types of leadership: democratic leadership, autocratic leadership, laissez-faire leadership, toxic leadership, and you will see charismatic leadership. Some people, നമ്മൾ ചില ആൾക്കാരെ കാണും, അവർ ഭയങ്കര വാചാലരായിട്ട് സംസാരിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല, ഭയങ്കര സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നവരൊന്നും ആയിരിക്കില്ല. എന്നാൽ
ശത്രുക്കൾക്ക് പോലും അവരെ ഇഷ്ടമായിരിക്കും. അങ്ങനെ ഒരു അസാധാരണമായ വ്യക്തിത്വമായിരിക്കും അവർക്കുണ്ടാകും. അവരൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുകൾ അത് ഏറ്റെടുക്കും. അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടാകും, നമ്മൾ നിലവിലും കാണുന്നുണ്ടാകും. എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത് എന്ന് അറിയില്ല. ഒരു കരിഷ്മ എന്ന് പറയും അല്ലെ, ആ ഒരു ആകർഷണീയത അവരുടെ രൂപം കൊണ്ടാണോ, ശരിക്കും എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ല, എന്തോ ഒരു പ്രഭാവം, ഒരു വ്യക്തിപ്രഭാവം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ആളുകളെ പെട്ടെന്ന് തങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന, ആളുകളെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന, നിലവിലുള്ള പ്രവണതകളെ ചോദ്യം ചെയ്യാൻ അസാധാരണമായ തഞ്ചേടമുള്ള ആളുകൾ. അവരുടെ പ്രയത്നഫലമായി സമൂഹത്തിലുണ്ടാകുന്ന സമൂലമായ മാറ്റത്തെയാണ് സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഫോർത്ത് സെമസ്റ്ററിൽ ഈ വിഷയം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ തന്നെ ഏകദേശം അത് വിശദീകരിക്കാം എന്നാണ് തോന്നുന്നത്. ഫോർത്ത് സെമസ്റ്ററിൽ വേണമെങ്കിൽ നമുക്കത് വീണ്ടും അയവിറക്കാം. ഈ സമൂഹത്തിന്റെ ഘടനയെ കുറിച്ച് പറയുന്നിടത്ത് വ്യത്യസ്ത ഘടനകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഫോർത്ത് സെമസ്റ്ററിൽ കൂടുതൽ വിശദീകരിക്കാം. ഈ യൂണിവേഴ്സൽ ആസ്ക്രിപ്ഷൻ പാറ്റേൺ, യൂണിവേഴ്സൽ അച്ചീവ്മെന്റ് പാറ്റേൺ, ലോക്കലിസ്റ്റിക് ഓ പെർട്ടിക്കുലറിസ്റ്റിക് ആസ്ക്രിപ്ഷൻ പാറ്റേൺ, പെർട്ടിക്കുലറിസ്റ്റിക് അച്ചീവ്മെന്റ് പാറ്റേൺ എന്നൊക്കെ പറയുന്ന ഘടനകളുണ്ട് സമൂഹത്തിൽ. അത് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം, ഇപ്പോൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിലും ചില സമൂഹങ്ങളിൽ നേരത്തെയുള്ള ചില കീഴ്വഴക്കങ്ങൾക്കായിരിക്കും ആളുകളുടെ പദവി തീരുമാനിക്കപ്പെടുന്നത് അല്ലെ. അവരേത് കുടുംബത്തിൽ ജനിച്ചു, ഏത് ജാതിയിൽ ജനിച്ചു, അവൻ ഒരു പ്രൗഢിയുള്ള കുടുംബത്തിലാണോ ജനിച്ചത്, അവൻ ഉന്നത കുലജാതനാണോ. Yes, the status or the position of an individual is decided on the basis of the family in which he was born. On the basis of the family status, or the basis of the status of his race or his community in the society. എന്നാൽ മറ്റു ചില സമൂഹങ്ങളിൽ അങ്ങനെയല്ല. ഏത് ജാതിയിൽ ജനിച്ചു, ഏത് വിഭാഗത്തിൽ ജനിച്ചു എന്ന് നോക്കിയിട്ടല്ല ഒരാളുടെ പദവി തീരുമാനിക്കപ്പെടുന്നത്. മറിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് നേടി എന്ന് നോക്കിയിട്ടാണ്. അവൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും, അവന് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടോ, അവരെന്തെങ്കിലുമൊക്കെ നേട്ടം നേടിയോ എന്നല്ലാതെ അവൻ ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നു, ഏത് ജാതിയിൽ നിന്ന് വരുന്നു എന്നൊന്നും നോക്കുന്നില്ല. ഈ രണ്ട് തരത്തിലുള്ള പാറ്റേൺ, അത് ചിലത് അന്തർദേശീയ തലത്തിൽ വരും. അന്തർദേശീയ തലത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ യൂണിവേഴ്സലിസ്റ്റിക് ആസ്ക്രിപ്ഷൻ പാറ്റേൺ എന്ന് പറയും. നേട്ടങ്ങൾ നോക്കിയിട്ടാണെങ്കിൽ യൂണിവേഴ്സലിസ്റ്റിക് അച്ചീവ്മെന്റ് പാറ്റേൺ എന്ന് പറയും. അത് ലോക്കലിസ്റ്റ്, ഒരു സാധാരണ നമ്മുടെ ഒരു പ്രാദേശിക തലത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ പെർട്ടിക്കുലറിസ്റ്റിക് ആസ്ക്രിപ്ഷൻ പാറ്റേൺ, പെർട്ടിക്കുലറിസ്റ്റിക് അച്ചീവ്മെന്റ് പാറ്റേൺ എന്ന് വിളിക്കും. ഇപ്പൊ ശരിക്കും ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഈ ആസ്ക്രിപ്ഷൻ പാറ്റേണിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ അച്ചീവ്മെന്റ് പാറ്റേണിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ്, പ്രവർത്തനമാണ് സാമൂഹിക പരിവർത്തനം എന്ന് ഒറ്റ വാക്കിൽ പറയാം. അങ്ങനെയും പറയാം. കാരണം ആസ്ക്രിപ്ഷൻ പാറ്റേണിലുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കൾച്ചർ ആയിരുന്നു. ക്ലോസ്ഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ അതുവരെ അവർ വിശ്വസിച്ചിരുന്ന, അവർ പിന്തുടർന്നിരുന്ന ചിന്താഗതികളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ തയ്യാറാകാത്ത ഒരു കൾച്ചറായിരുന്നു. അതിനാണ് നമ്മൾ ക്ലോസ്ഡ് കൾച്ചർ എന്ന് പറയും. A closed culture is the culture of a particular society where people will not be ready to accept any change, even though they realize that such changes are necessary. They are not ready to modify their culture. They are not ready to modify their norms and regulations. They will be sticking on the rules and regulations which
had been created by their forefathers. And this caused culture. So, social transformation is the process of making such a closed culture or changing such a closed culture into open culture, or changing the ascription pattern of society into the achievement pattern. So, complete changes. And it is believed that education can do that, or education should do that. Because just go back to the definition. Just go back to the definition. Social transformation. Social transformation is the process of bringing some radical change or almost complete change in all the aspects of a particular society, with the effort of some great individuals who have got some charismatic personality, great courage, unprecedented communication skill, and the capacity to inspire others, and the courage to question the existing norms and regulations of the society. Just look at the definition, then tell me, how can education bring social transformation? Yes. Any one of you can tell me. അസാധാരണ പ്രതിഭാശാലികളായ, ദിഷണാശാലികളായ, തന്റേടമുള്ള, ആശയവിനിമയ ശേഷിയുള്ള, ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന ചില വ്യക്തികളുടെ പ്രയത്നഫലമായി ഒരു സമൂഹത്തിന്റെ ഘടനയെ അപ്പാടെ മാറ്റിമറിക്കുന്ന, ഒരു സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് സാമൂഹിക പരിവർത്തനം. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് സാമൂഹിക പരിവർത്തനം എന്ന ധർമ്മം നിർവഹിക്കാൻ സാധിക്കും. എങ്ങനെയാണത് സാധിക്കുന്നത്? യെസ്, യെസ്, anyone? ഞാൻ പറഞ്ഞു, ആ നിർവചനത്തിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പേജുകളോളം എഴുതാൻ സാധിക്കും. നിർവചനം മാത്രം നോക്കിയാൽ മതി. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം, വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. യെസ്, യെസ്, യൂസ് യുവർ thinking capacity. You have got capacity, but you haven't got the confidence, I feel. Yes, you have got the capacity. Just look at the definition and tell me how education can perform this function of social transformation. സാറ് കേരളത്തിന്റെ പഴയകാല ചരിത്രം നോക്കുകയാണെങ്കിൽ നവോത്ഥാനങ്ങളൊക്കെ വന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെയല്ലേ, വിവരം കൊടുത്തതിന്റെ അത് അങ്ങനെയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് എങ്ങനെയാണത് വിദ്യാഭ്യാസത്തിന് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ തന്ന ഡെഫിനിഷനിലേക്ക് തന്നെ നോക്കിക്കോളൂ ജസീല. അസാമാന്യ പ്രതിഭാശാലികളായ, നിലവിലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന ദിഷണാശാലികളായ,
മനോഹരമായ ആശയ വിനിമയ ശേഷിയുള്ള ചില വ്യക്തികളുടെ പ്രയത്നഫലമായി സമൂഹത്തിലുണ്ടാകുന്ന സമൂലമായ മാറ്റത്തെയാണ് സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസമാണ് അത് കൊണ്ടുവന്നത്. അത് നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ സാമൂഹിക പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത് വിദ്യാഭ്യാസമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് രാജാറാം മോഹൻ റോയിയെ കുറിച്ചും അതുപോലെ തന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചും അയ്യങ്കാളിയെ കുറിച്ചും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറയാം. എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ത് ചെയ്യണം, എങ്ങനെയാണ് അത് വിദ്യാഭ്യാസത്തിന് ആ ഒരു ധർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഡെഫിനിഷനൊക്കെ നോക്കുമ്പോൾ ഓരോ വാക്കുകളും നിങ്ങൾ നോക്കിയാണ്. നമ്മൾ അവിടെ പറഞ്ഞു എന്താണ് ദിഷണാശാലികളായ, അല്ലെ? ദിഷണാശാലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച്, സമൂഹ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച്, എന്താണ് ന്യായം, എന്താണ് അന്യായം, എന്താണ് നീതി, എന്താണ് അനീതി എന്നൊക്കെ ചിന്തിക്കാൻ ശേഷിയുള്ള, എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകൾ. അപ്പൊ വിദ്യാഭ്യാസം എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം ഇങ്ങനെ കുറെ പുസ്തക പുഴുക്കളെ സൃഷ്ടിച്ചത് കൊണ്ടോ പരീക്ഷ ജയിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ആളുകളെ സൃഷ്ടിച്ചത് കൊണ്ടോ കാര്യമില്ല. വിദ്യാഭ്യാസം ചെയ്യേണ്ടത് ഇങ്ങനെ ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകളെ സൃഷ്ടിക്കണം എന്നതാണ്. ഞാൻ പി എച്ച് ഡിക്ക് നമ്മുടെ കോഴ്സ് വർക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നിലവിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫിലോസഫേഴ്സിനെ കുറിച്ചാണ്. ഇന്നലെ അരബിന്ദോയെ കുറിച്ച് പറഞ്ഞു. അരബിന്ദോയുടെ ചിലപ്പോൾ ഞാൻ പി എച്ച് ഡിയുടെ ക്ലാസിന്റെ വീഡിയോസ് യൂട്യൂബിൽ ഇടാറുണ്ട്. നിങ്ങൾ അധികം ആൾക്കാരൊന്നും അത് കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണണമെന്ന് നിർബന്ധിക്കുന്നതല്ല, നിങ്ങളുടെ സിലബസിലുള്ളതല്ലെങ്കിൽ പോലും ജീവിതത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഉള്ള വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടാണ് അത്തരം വീഡിയോസ് ഒക്കെ ഞാൻ അവിടെ ഇടുന്നത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ കാണാറില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുന്നതല്ല, നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം ഉണ്ട്, മൊത്തത്തിൽ ലോകത്തെമ്പാടുമുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സമയം കൊല്ലികളായ വീഡിയോസും ചാനലുകളും ഒക്കെ ആണെങ്കിൽ മാത്രമേ അത് വൈറലാവും. ഞാൻ എന്റെ ചാനൽ കാണാത്തത് കൊണ്ട് പറയുന്നില്ല, ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ജസീലിന്റെ ചാനലൊക്കെ ഉണ്ട്. ജസീലിന്റെ ചാനലൊക്കെ വളരെ ഉപകാരപ്രദമായ, വളരെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും മില്യണും 1 മില്യണും 2 മില്യൺസ് ഒക്കെ സബ്സ്ക്രൈബുള്ള ചാനലുകളൊക്കെ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വൈറൽ വീഡിയോസ് ആയിരിക്കും. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പൊതുവെ താല്പര്യം കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്. അരബിന്ദോയുടെ ഫിലോസഫി എന്നത് ഹൈലി ഫിലോസഫിക്കാണ്. അരബിന്ദോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. അദ്ദേഹം പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കാൻ കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കണം എന്നാണ്. നമ്മുടെ ചിന്ത കാട് കയറുന്നതിൽ നിന്നും മാറാൻ കുട്ടിക്കാലം, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത കാട് കയറിപ്പോ, പക്ഷെ നമ്മൾ എപ്പോൾ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത് എന്നൊക്കെ ചിന്തിക്കാനുള്ള ശേഷി, അതാ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്ത വളർത്തിയെടുക്കാനുള്ള ശേഷി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ നമ്മളിങ്ങനെ കുറെ പുസ്തക പുഴുക്കളൊക്കെ സൃഷ്ടിക്കുന്നതിന് പകരം സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കുകയും സാമൂഹിക പ്രശ്നങ്ങളെ നിർവചിക്കുകയും സാമൂഹിക പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ജീവിതത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള തത്വചിന്തയുള്ള ഫിലോസഫിയുള്ള ആളുകളെ സൃഷ്ടിക്കണമെന്നാണ്. ഇഫ് യു വാണ്ട് ടു ബ്രിങ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ സൊസൈറ്റി, the educational system in your country should be capable of creating some people who have got great vision of life, who are approaching life in a serious manner. That is something important. That is one of the function of education. ഇനി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള, then education should create some people who can inspire others. അല്ലെ? മറ്റുള്ളവരെ താൽക്കാലികമായ ഒരു സമ്മാനം കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യിക്കാം. ഇപ്പോ നീ പരീക്ഷയിൽ പാസ്സായാൽ നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു,
എന്ന് പറയുമ്പോൾ അതൊരു മോട്ടിവേഷൻ. ആ പരീക്ഷയിൽ പാസ്സാകലോടുകൂടി അതവിടെ കഴിഞ്ഞു. അതൊരു പ്രചോദനം എന്നല്ല, അതൊരു മോട്ടിവേഷൻ മാത്രമാണ്. മോട്ടിവേഷനും ഇൻസ്പിറേഷനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് എൽസ് ആണ്. അത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകും. നമ്മൾ സൈക്കോ ഓസ്മോസിസ് എന്നൊക്കെ പറഞ്ഞതുപോലെ നിഷ്കളങ്കരായ ആളുകളുടെ നിഷ്കളങ്ക മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളാലാണ് മറ്റുള്ളവർ പലപ്പോഴും പ്രചോദിപ്പിക്കപ്പെട്ടത്. ഒരാൾ പ്രചോദിപ്പിക്കപ്പെടണമെങ്കിൽ പ്രചോദിപ്പിക്കുന്ന ആൾ, പ്രചോദനം നൽകേണ്ട ആളുടെ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം. അയാൾ കളവ് പറയുന്ന ആളായിരിക്കരുത്, അയാൾ കാപ്പട്യമുള്ള ആളായിരിക്കരുത്, അയാൾ മറ്റുള്ളവരോട് വിദ്വേഷമുള്ള ആളായിരിക്കരുത്, അയാൾ എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കണം, ഒക്കെ പോസിറ്റീവായിട്ട് കാണുന്ന ആളായിരിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ആളായിരിക്കണം, എല്ലാവരെയും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആളായിരിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കണം. തന്നെക്കാൾ പരീക്ഷയിൽ അപ്പുറത്തുള്ള ആൾക്ക് മാർക്ക് കിട്ടുമെന്ന് കരുതി അവന്റെ പരീക്ഷ തടസ്സപ്പെടുത്താനോ അവനോട് അസൂയ വെക്കാനോ, അവൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് പറയുന്ന അനാരോഗ്യകരമായ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളല്ല വിദ്യാഭ്യാസം സൃഷ്ടിക്കേണ്ടത്. So education should be capable of creating some great people who can inspire others with a great character. And you should know this character, about the difference between character and personality. നമ്മൾ സാധാരണ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ കാണാറുണ്ട്. നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിൽ പങ്കെടുക്കും, കുറെ ആളുകൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും, ചില പ്രത്യേക രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള വാക്കുകളും ഒക്കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ലാസ് ആണ്, ഭയങ്കര എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി ചെയ്യാനോ ഉള്ള ഒരു ടെൻഡൻസി, നമ്മുടെ ഉള്ളിൽ ഒരു ത്വര ഉണ്ടാക്കാൻ അത്തരം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾക്കൊന്നും പലപ്പോഴും സാധിക്കാറില്ല. കാരണം അത് ആ സമയത്ത് ക്ലാസ് കേൾക്കുന്ന ആളുകളെ ചിരിപ്പിക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഗിമ്മിക്കുകൾ മാത്രം. അതിനപ്പുറത്തേക്കാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പോലും നന്മ മാത്രം ചിന്തിക്കുന്ന, മറ്റുള്ളവർ കാണാത്ത സമയത്തും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സ്റ്റേജ് കെട്ടിയിട്ട് ധർമ്മം ചെയ്യുന്നതിനേക്കാൾ രഹസ്യമായി ധർമ്മം ചെയ്യുന്ന നിഷ്കളങ്കമായ മനസ്സുകളുള്ള ഉടമകൾക്ക്, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന, ജാതി മത ചിന്തകൾക്കപ്പുറത്ത് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കൂ. So the educational system should be capable of creating such great individuals who can inspire others. Because social transformation is a process, or social transformation can be realized only with the effort of such a person. Yeah, right? So the first thing is education should be capable of creating some great people who can inspire others. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്നു. ദിശനാശാലികൾ. ഫിലോസഫിയൊക്കെ പഠിപ്പിക്കണം, കുട്ടിക്കാലത്ത് തന്നെ ഫിലോസഫി പഠിപ്പിക്കണം എന്നൊക്കെയാണ് അരബിന്ദോ ഒക്കെ പറയുന്നത്. അരബിന്ദോയുടെ ഭയങ്കര രസമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അത് ഒരു വ്യക്തി തന്റെ ശരീരത്തെ നിയന്ത്രിക്കണം എന്നാണ്. ശരീരം വ്യക്തിയെ നിയന്ത്രിക്കരുത്. നമ്മളിപ്പോ ഉറക്കു വരുന്നു, നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഉറക്കു വരിക എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആ ഒരു പ്രലോഭനത്തിൽ നമ്മൾ വഴങ്ങാണ്. അങ്ങനെയല്ല, ആവശ്യമില്ലാത്ത സമയത്താണ് ഉറക്കു വരുന്നതെങ്കിൽ ആ ഉറക്കു വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കാൻ നമുക്ക് സാധിക്കണം. We should control our habits. The habits should not control us എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിൽ ഒരു വളരെ ജീവിതത്തെ കുറിച്ചൊക്കെ വളരെ വലിയ കാഴ്ചപ്പാടുള്ള, ജീവിതത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് അറിയുന്ന, ന്യായാന്യായങ്ങളെ കുറിച്ചൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന
രീതിയിൽ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ദിഷണാശാലികളെ സൃഷ്ടിക്കലായിരിക്കണം വിദ്യാഭ്യാസം ചെയ്തത്. അങ്ങനെ സാമൂഹിക പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. മറ്റൊന്ന്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ. ഞാൻ മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, മുഹിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലൻ തൻ്റെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോ ഉമ്മ പറഞ്ഞു, ഉമ്മ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ ആരോടും കളവ് പറയരുത്, ആരോടും കളവ് പറയരുത്, ഒരിക്കലും കളവ് പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ബാലന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്ത് മറ്റൊരു പ്രദേശത്തേക്ക്, അന്നത്തെ കാലത്ത് വിദൂര പ്രദേശങ്ങളിൽ പോയിട്ടാണ് പഠിക്കാൻ വേണ്ടി, ആത്മീയ പഠനം നടത്താൻ വേണ്ടി കുട്ടിയെ അയച്ചു. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറെ ആളുകളുണ്ട്, കൊള്ളക്കാർ വന്നു, കള്ളന്മാർ വന്നു. അങ്ങനെ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ കളവൊക്കെ പറഞ്ഞു, അവരൊക്കെ കൊള്ളയടിച്ചു. അവസാനം കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു. അവർ വെറുതെ ചോദിച്ചതാണ്, ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ കരുതിയിട്ട് നിന്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എന്നും അത് എവിടെയാണ് വെച്ചത് എന്നും കാണിച്ചു കൊടുത്തു. ചരിത്രം പറയുന്നത് ആ കള്ളന്മാർ മുഴുവൻ നല്ലവരായി മാറി എന്നാണ്. കാരണം നിഷ്കളങ്കമായ ഒരു മനസ്സാണ്. അതാണ് ലോകപ്രശസ്തനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞൊരു മഹാനായ പണ്ഡിതൻ, ഒരു മഹാനായ വ്യക്തി ആണത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കണം. പ്രചോദിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നായിരിക്കണം. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിലോസഫിയൊക്കെ പറയുന്ന ക്യാരക്ടർ. സോ വിദ്യാഭ്യാസം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന മഹാന്മാരെ സൃഷ്ടിക്കണം. പിന്നെ ആ നിർവചനത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം, അസാമാന്യമായ ധൈര്യമുള്ള, തൻ്റേടമുള്ള, ധൈര്യവും തൻ്റെ ഇടം എന്നൊക്കെ പറയുന്നത് ഒരു നാലാൾ വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ചു വീഴ്ത്താനുള്ള ശാരീരിക ശേഷിയൊന്നുമല്ല. മറിച്ച് നിലവിലുള്ള അന്യായങ്ങളെ ചോദ്യം ചെയ്യുക. ആ അന്യായങ്ങളെ ചോദ്യം ചെയ്താൽ തനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്ന് അറിയവേ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള തൻ്റേടവും ധൈര്യവും ഒക്കെയുള്ള ആളുകൾക്കാണ് സാമൂഹിക പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഓഡിയോ പോയതാ? സോറി, അതിന്റെ ഇടയിൽ എന്റെ നെറ്റ്വർക്കിംഗ് കണക്ഷൻ എന്തോ പ്രശ്നം വന്നതാണ്. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നതുപോലെ തോന്നി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ഐ തിങ്ക് യു ആർ ഏബിൾ ടു ഫോളോ മീ. അപ്പൊ ഈ അത് തൻ്റേടം എന്ന് പറഞ്ഞത് മനസ്സിന് ഭയങ്കര പവർ ഉണ്ട്. ഒരു സൈക്കോളജിയുടെ ഒരു പുസ്തകമുണ്ട്, പവർ ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു അങ്ങനെ ഒരു പുസ്തകം ഉണ്ട് ഇവിടെ. ഞാനത് വായിച്ചിട്ടില്ല, ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. മനുഷ്യന്റെ മനസ്സിന് അസാധാരണമായ ഒരു ശേഷിയുണ്ട്. ഈ പണ്ടത്തെ ചില ആളുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ആനയുണ്ടല്ലോ, മതമടങ്ങി വരുന്ന ആനയെ അതിന്റെ മുന്നിൽ നിന്ന് ചൂണ്ടുമർമ്മം എന്ന് പറഞ്ഞൊരു മർമ്മം ഉപയോഗിച്ചിട്ട് ആ മതമിളകി വരുന്ന ആനയെ നിലക്ക് നിർത്താൻ സാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കാണാത്തത് കൊണ്ട് ഇല്ലായിരുന്നു എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന്, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് ചിലപ്പോൾ അസാധാരണമായിട്ട് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് നമ്മൾ കരുതുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഉമ്മാമയുണ്ടായിരുന്നു, എൻ്റെ ഉമ്മയുടെ ഉമ്മ. ഞാൻ എൻ്റെ കുടുംബത്തിന് മാത്രം പറയാൻ വേണ്ടി പറയുന്നതല്ല, നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഞാൻ സാധാരണ ഈ തളിപ്പറമ്പിലൂടെ ചിലപ്പോൾ പോകുമ്പോൾ
നമ്മുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട് വലിയ വീടായിരുന്നു. വലിയ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ കുടുംബമായിരുന്നു. അവിടെയുള്ള ഏറ്റവും വലിയൊരു തറവാടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ തറവാട്ടിലേക്ക് അധികവും ഈ ജോലി എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന ഒരു കല്യാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്താണെങ്കിൽ ഒരാളോടും വർത്താനം പറയാത്ത, ഭയങ്കര നാണം കുടുങ്ങിയായ, ആരോടും സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഈ കല്യാണിയോടൊന്നും ജീവിതത്തിൽ ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ തളിപ്പറമ്പിലൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഈ കല്യാണി ചിലപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുടെ ഞാൻ നടന്നു പോകുമ്പോൾ റോഡിന്റെ നേരെ എതിർവശത്താണെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് വന്നിട്ട് എന്നോട് സംസാരിക്കും. പിന്നെ എന്താണ് ഇവിടെ പോയത്, സുഖം തന്നെയല്ലേ, വീട്ടിലെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ കരുതും മനസ്സിൽ, ഈ കല്യാണിത്തിന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ അങ്ങനെ കല്യാണോട് കുട്ടിക്കാലത്ത് കാണുമ്പോൾ സംസാരിക്കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ വലിയൊരു സ്മാർട്ടി എന്ന് പറഞ്ഞ ആളൊന്നും ആയിരുന്നില്ല. ആരോടും സംസാരിക്കാത്ത, ഒന്നും മിണ്ടാതെ, പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊന്നും തീരെ സംസാരിക്കാത്ത ആളായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും കരുതും, എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ പോയ സമയത്ത് എന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ കുറെ സംഭവങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ കല്യാണിയെ കണ്ടതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഉമ്മാമയുടെ, എൻ്റെ ഉമ്മയുടെ ഇങ്ങനെ പറഞ്ഞു, കാര്യം പറഞ്ഞു. ഇങ്ങനെ ഈ കല്യാണിന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ കല്യാണിക്ക് ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ ഈ കുട്ടിക്ക് ഈ ചോറൂണി എന്ന് പറഞ്ഞല്ലേ, അങ്ങനെയല്ല പറയല്ലേ, ഊണ് കൊടുക്കുന്ന ചോറൂണ് എന്നല്ല പറയല്ലേ, സാധാരണ അങ്ങനെയല്ല പറയാം. ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ അല്ലെ അങ്ങനല്ലേ അല്ലെ പറയാം. ഈ ചോറൂണിന്റെ അന്ന് ഇങ്ങനെ പുതിയൊരു ആഭരണമൊക്കെ വാങ്ങിച്ചു കൊടുക്കല്ലോ, എന്തെങ്കിലും ചെറിയ മാലയോ അല്ല സ്വർണ്ണാഭരണം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ കല്യാണിക്ക് ഭയങ്കര സങ്കടം. കല്യാണി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതായിരുന്നു. അപ്പോ കല്യാണി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കിണറ്റിച്ചാടി മരിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും കൂടി കല്യാണിയെ രക്ഷപ്പെടുത്തി. അപ്പോ ഞങ്ങളെ തറവാട്ടിലേക്ക് വന്നപ്പോ ഉമ്മാമന്റെ പേര് നഫീസ എന്നായിരുന്നു. നഫീസ ചേച്ചി പറഞ്ഞാൽ എല്ലാവരും വിളിക്കയും സാധാരണ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ വരും. അപ്പോ ഉമ്മാമ ചോദിച്ചു, കല്യാണി നീ എന്തിനാണ് വേണ്ടാത്ത പണിക്ക് പോയത്, അങ്ങനെ ചാടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കല്യാണി ഉമ്മാമയോട് പറഞ്ഞു, നഫീസ ചേച്ചാരെ, എനിക്ക് എൻ്റെ കുട്ടിയുടെ ചോറൂണിന്റെ ദിവസം അടുത്തു വരികയാണ്. പിന്നെ കുട്ടിക്ക് കെട്ടിക്കൊടുക്കാനൊന്നും സ്വർണ്ണമൊന്നും വാങ്ങാനുള്ള പൈസ എൻ്റെ അടുത്തില്ല, അതിനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മാമ അന്ന് ഈ അലിക്കത്ത് എന്ന് പറഞ്ഞൊരു സാധനം, ഈ പിന്നെ നമ്മുടെ കാതിലിന്റെ കൂടെ അലിക്കത്ത് എന്നാണ് പറയാം, കുറച്ച് വലിയ, പണ്ടത്തെ ആളുകൾ വലിയ കാതിലേക്കാണ് ഇടുക. അതങ്ങനെ തന്നെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിട്ട് സോറി ഹലോ സർ. സോറി പെട്ടെന്ന് സോറി. ഓക്കെ അല്ലേ സർ? പെട്ടെന്ന് നിയന്ത്രണം വിട്ടു വരാൻ സോറി. അപ്പൊ ഉമ്മ പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയിട്ട് നിന്റെ കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ആരും അറിയില്ല. ജ്യേഷ്ഠൻ എങ്ങനെ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലെന്ത് പാറുമ്മ എന്ന് പറഞ്ഞൊരു നമ്മളൊക്കെ പാറുമ്മ എന്ന് വിളിക്കാം. പാറു എന്നാണ് പേര്. പാറു അമ്മ എന്ന് പാറുമ്മ എന്നൊന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ ഉമ്മാമക്ക് ആരോ ഒരു കമ്പിളി കൊണ്ട് കൊടുത്തു. ഉമ്മാമനോട് എൻ്റെ ഉമ്മാന്റെ അനുജത്തിയുണ്ട്, എൻ്റെ ആമ, പിന്നെ കുഞ്ഞലിമ എന്ന് പറഞ്ഞ. അപ്പൊ ആമയോട് ചോദിച്ചു, ഈ പുതപ്പ് എനിക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്തില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ പാറുമ്മക്ക് പനിയൊക്കെ ആയിട്ട് രാത്രി പിന്നെ വീട്ടിൽ കിടക്കണം എന്ന് പറഞ്ഞു. 2 ദിവസം നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് പണിയെടുക്കാൻ വരുന്നവരാണ്.
അപ്പൊ അങ്ങനെ ഇവരൊക്കെ കാണാൻ പോയപ്പോ ഉമ്മാമനോട് മുമ്പ് എൻ്റെ ഇളയമ്മ ചോദിച്ച ആ പുതപ്പും പുതച്ചിട്ടാണ് പാറൂമ കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നിഷ്കളങ്കരായ ആളുകളെ രഹസ്യമായി സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ. അപ്പൊ ആ തരത്തിൽ ആളുകളെ സഹായിക്കാൻ, നിഷ്കളങ്കമായി സഹായിക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ പിന്നെ എല്ലാവരെയും സ്നേഹിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ തറവാട്ടിൽ അന്ന് വന്നിരുന്ന എൻ്റെ ഉമ്മാമയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ മുഴുവൻ, ഞാൻ അവരൊക്കെ പിന്നീട് പലപ്പോഴും എല്ലാവരും നല്ല സ്വഭാവമുള്ളവരും, അവരൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു 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 പിന്നെ ഒരു വ്യക്തിത്വം കൊണ്ട് നടക്കുന്നവരാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നിഷ്കളങ്കമായ മനസ്സുകളുള്ള ആളുകളുമായി പിന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. അപ്പൊ ഈ രീതിയിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന, നിഷ്കളങ്കമായി സ്നേഹിക്കാൻ സാധിക്കുന്ന ആളുകളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള അനാചാരങ്ങളെ, നിലവിലുള്ള മോശം പ്രവണതകളെ, അന്യായങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അസാധാരണമായ ധൈര്യമുള്ള, തൻചേടമുള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നതും വിദ്യാഭ്യാസം ചെയ്യേണ്ടത് കാര്യം. സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്ന ആ ധർമ്മം നിർവഹിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കുറെ പുസ്തകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ഇൻഫർമേഷൻ ഹോങ്കേഴ്സിനെ, ക്വിസ് മത്സരത്തിൽ പങ്കെടുത്താൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ ജയിക്കാൻ സാധിക്കുന്ന കുറെ ആളുകളെ സൃഷ്ടിച്ചാലൊന്നും ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ തലത്തിൽ നിലവിലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത്, വെറുതെ ചോദ്യം ചെയ്യാവുന്നതല്ല, മറിച്ച് അതിനെ യുക്തിസഹജം ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന, ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ, കാര്യകാരണ സഹിതം ഇത് ശരിയാണോ, ഇത് ശരിയല്ലല്ലോ, ഇത് ന്യായമല്ലല്ലോ എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള അസാധാരണമായ തന്റെ ഇടമുള്ള ആളുകളെയാണ് എന്ത് ചെയ്യേണ്ടത്, വിദ്യാഭ്യാസം സൃഷ്ടിക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെ, ചിലപ്പോൾ ചില ആളുകളെ നമ്മൾ കാണും, ഇപ്പോ പിന്നെ ആര് പറഞ്ഞാലും ശരിയാക്കി എടുക്കാൻ കഴിയാത്ത ആളുകളെ ചിലർ സംസാരിച്ചാൽ ശരിയാക്കി എടുക്കാൻ സാധിക്കും, അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, that is effective communication skill, or useful communication skill. So education, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം സാമൂഹിക പരിവർത്തനം കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സാധാരണ വിദ്യാഭ്യാസം കിട്ടുന്നത് വഴിയാണ് ആളുകൾക്ക് ധൈര്യം ഉണ്ടാകുന്നത്, വിദ്യാഭ്യാസം കിട്ടുന്നത് വഴിയാണ് ആളുകൾ ദിശനാശാലികളാകുന്നത്, വിദ്യാഭ്യാസം കിട്ടുന്നത് വഴിയാണ് ആളുകൾക്ക് നല്ല ആശയവിനിമയ ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലഭിക്കുന്നത് എന്നൊക്കെ പറയാം. എന്താണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നിലവിൽ എന്ത് ചെയ്യുന്നില്ല, എന്താണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത് എന്നത്, ഈ രണ്ട് രീതിയിലും ഫങ്ഷൻസ് ചോദിക്കാം. വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസം നല്ല പ്രതിഭാശാലികളെ സൃഷ്ടിക്കണം, ദിഷണാശാലികളെ സൃഷ്ടിക്കണം, നല്ല നേതാക്കന്മാരെ, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ, അവരുടെ കൂടെ ജനാധിപത്യ രീതിയിൽ പെരുമാറിക്കൊണ്ട് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന, അവരെ ഒരു സാമൂഹിക പരിവർത്തനത്തിന്റെ ഭാഗമായി മാറ്റാൻ സാധിക്കുന്ന നേതാക്കന്മാരെ സൃഷ്ടിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി കൊടുക്കണം, ആശയവിനിമയ ശേഷി ഉണ്ടായി കൊടുക്കണം. ഇതൊക്കെയാണ് സാമൂഹിക പരിവർത്തനത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ social transformation is another function of education. Yes, got it? I'm sorry, ഞാൻ ക്ഷമിക്കണം, ഞാൻ സാധാരണ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കാറില്ല. ചിലപ്പോൾ നമ്മൾ ഈ വികാരം നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ ഒന്നും. സോറി. പിന്നെ another function of education is ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികാസം. വിദ്യാഭ്യാസം സാമ്പത്തിക വികാസത്തെ സഹായിക്കുന്നുണ്ടോ? സാമ്പത്തിക വികാസം എന്ന് പറയുന്ന ധർമ്മം എങ്ങനെയാണ് വിദ്യാഭ്യാസം നിർവഹിക്കുന്നത്?
യെസ്, പലതരത്തിലും നമുക്കത് കാണാം അല്ലെ. സാമ്പത്തിക വികാസം എന്ന് പറയുന്നത് ഇപ്പൊ നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഒരു നല്ല വിദ്യാഭ്യാസം നന്നായി നൽകപ്പെടുന്ന ഒരു രാജ്യത്താണെങ്കിൽ പലപ്പോഴും മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ, മറ്റുള്ള സമൂഹങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തിക വികാസം ഉണ്ടാകും എന്നാണ് സാധാരണയായി കരുതപ്പെടുന്നത്. ഇപ്പൊ ഞാൻ ചില പോയിന്റുകൾ പറയാം. ഇപ്പൊ നമ്മൾ സാമ്പത്തിക വികാസത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ രാജ്യത്തിന് ലഭിക്കുന്ന വിദേശ നാണ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തിന്റെ ഒരു ആണിക്കല്ലാണ് എന്ന് സാധാരണ പറയുന്നത് കേൾക്കാം അല്ലെ. ശരി, ദ ഫോറിൻ മണി. The foreign money is one of the factors which influence the economic development of a country. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ if a country has got more exporting than importing, that means it has got some economic development. Yes, exporting അല്ലെ. യെസ്, എക്സ്പോർട്ടിങ് നമ്മുടെ ഇറക്കുമതിയേക്കാൾ കയറ്റുമതി കൂടുമ്പോഴാണല്ലോ ഒരു രാജ്യം വികസിച്ച രാജ്യമാണോ അതല്ല വികസിക്കാത്ത രാജ്യമാണെന്നൊക്കെ തീരുമാനിക്കുന്നത്. സാധാരണ എക്സ്പോർട്ടിങ് അധികമുള്ള, കൂടുതൽ കയറ്റുമതിയുള്ള ഒരു സമൂഹമായിരിക്കും, രാജ്യമായിരിക്കും കുറച്ചുകൂടെ സാമ്പത്തിക കെട്ടുറപ്പുള്ള രാജ്യം. എപ്പോഴാണ് ഈ കയറ്റുമതി കൂടുന്നത്? എപ്പോഴാണ് കയറ്റുമതി കൂടുക? യെസ്, എവരിവൺ, എക്കണോമിക് സ്റ്റുഡൻസ്. പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ്, നമ്മൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അല്ലെ, ഉൽപാദനം കൂടുമ്പോഴാണല്ലോ അല്ലെ. ശരിയാണല്ലോ അല്ലെ. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവിന്റെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നവരുടെ ആവശ്യവും കഴിഞ്ഞിട്ടാണല്ലോ പലപ്പോഴും നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്, ഉൽപാദനക്ഷമത, ഒരു രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, എഡ്യൂക്കേഷൻ ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി, എഡ്യൂക്കേഷൻ എൻഹാൻസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് എ കൺട്രി. വിദ്യാഭ്യാസം ഒരു രാജ്യത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇല്ലേ? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത്? എങ്ങനെയാണ് വിദ്യാഭ്യാസം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്? ഈ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സാധനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കണം. Productivity is something by which we can produce more items within a less span of time. Yeah. അങ്ങനെ ആകുമ്പോൾ ഇപ്പോ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധാരണ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസത്തിന് ഇപ്പോ ഇന്ത്യയുടെ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയിൽ ആദ്യം, ഇപ്പം എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നായി, കുറച്ചു കാലം മുമ്പ് വരെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. You should know the difference between trained laborers and untrained laborers. If you have got some trained laborers, then you can produce more items within a less span of time. If you compare the products produced by some trained laborers and the products produced by untrained laborers, you will see that this section, the trained laborers will be giving you more products. And education helps in human resource development. See, manpower is the most important resource of the economic development of any country. Manpower or human resource. And if you're able to make use of that resource, that human resource, the manpower, in a systematic manner or in an effective manner, you can produce more.
It will be helping you in the economic development of your society. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഭൗതിക വിഭവമല്ല, മറിച്ച് എന്താണത്? മാനുഷിക വിഭവമാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാനുഷിക വിഭവത്തിന് വളരെ വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫലപ്രദമായ പരിശീലനം നൽകുക വഴി നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി മാറ്റിയെടുക്കാൻ സാധിക്കും. അവിടെയാണ് പരിശീലനം ലഭിച്ച തൊഴിലാളികളും പരിശീലനം ലഭിക്കാത്ത തൊഴിലാളികളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പരിശീലനം ലഭിച്ച തൊഴിലാളികളെ സംഭാവന ചെയ്യുക വഴി വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുവഴി ആ രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തെ സഹായിക്കുന്നു. നിങ്ങൾ കർഷക രംഗത്തേക്ക് നോക്കിക്കോളൂ. കർഷക രംഗത്ത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ ലിറ്ററസി ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇപ്പൊ നിങ്ങൾ സാധാരണ ഒരു ആധുനിക മെഷീനുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത കർഷകർ നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ആധുനിക മെഷീനുകൾ ഉപയോഗിക്കാൻ അറിയുന്ന കർഷകർ നൽകും. അപ്പൊ വിദ്യാഭ്യാസം വഴി ഈ പരിശീലനം ലഭിക്കുന്നത് ഒരു ഫങ്ഷണൽ ലിറ്ററസിയാണ് അല്ലെ. കർഷക രംഗത്ത്, വ്യവസായ രംഗത്തൊക്കെ പുതിയ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിക്കാനുള്ള അറിവ്, അതുപോലെ തന്നെ മെഷീനുകൾ ഉപയോഗിക്കാനുള്ള അറിവ്, പുതിയ പുതിയ പ്രവണതകൾ കൊണ്ടുവരാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഫങ്ഷണൽ ലിറ്ററസി. അതും കൂടി ഫങ്ഷണൽ ലിറ്ററസിയുടെ ഒരു ഭാഗമായിട്ട് വരും. വായിക്കുക, എഴുതുക, കണക്ക് ഉപയോഗിക്കുക എന്നത് മാത്രമല്ല. അത് പരിശീലനം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണത്. മറ്റൊരു കാര്യം, സാധാരണ കാർഷിക രംഗത്ത് ചില വിത്തുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചില പ്രത്യേകതരം വിത്തുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഉൽപാദനം ലഭിക്കും. അപ്പൊ പണ്ട് ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അധികം ഒന്നും അത് കണ്ടിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഉപ്പ ഉപയോഗിച്ചിരുന്ന ഒരു തെങ്ങ്, കുണ്ടൻ തെങ്ങ് എന്നാണ് ഞങ്ങൾ അതിന് പറഞ്ഞിരുന്നത്. ചെറിയ നമ്മുടെ ഉയരത്തിൽ വളരുമ്പോഴേക്കും അതിൽ ഈ തേങ്ങയും ഇളനീരും തേങ്ങയൊക്കെ പിടിക്കും. അപ്പൊ അന്ന് നമ്മൾ ഇങ്ങനെ നിലത്ത് നിന്നിട്ട് തന്നെ ഇളനീര് പറിച്ച് കുടിക്കുമായിരുന്നു അന്ന് കുട്ടിക്കാലത്ത്. അന്ന് നാട്ടിലധികം അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഉപ്പ അത് ഇതിന്റെ ഈ കുണ്ടൻ തെങ്ങിന്റെ വിത്തെടുത്തിട്ട് എന്തെന്ന് വെച്ചാല് ഈ പാക്കറ്റാക്കി കുറെ പാക്കറ്റാക്കിയിട്ട് നമ്മുടെ അയൽവാസികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ കാരണം അത് നമുക്ക് വളരെ പെട്ടെന്ന് വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിത്തുകൾ. ഈ ഏഴോം ഭാഗത്ത് ഇപ്പോഴും കൃഷിയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏഴോം എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു പെൺകുട്ടി ഇടയ്ക്കൊരു പുതിയൊരു വിത്ത്, ഒരു നെല്ലിനം കണ്ടെത്തിയതായിട്ട് ഞാൻ കേട്ടിരുന്നു. ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ആർക്കെന്താ അറിയോ? സാർ, അത് കൈപ്പാട് കൃഷിയിൽ ഉപയോഗിക്കുന്നതാണ്. അതെ, ഒരു പുതിയ തരം ഇനമല്ല അല്ലെ? എന്താ ഏഴോം എന്നാണ് പറയാറ്. അതിന് തന്നെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ പുതിയ പുതിയ വിത്തുകളൊക്കെ കണ്ടെത്തും. ഈ വിത്തുകൾ കണ്ടെത്താനൊക്കെ സഹായിക്കുന്നത് ആരാണ്? വിദ്യാഭ്യാസമാണ്. കാരണം നമ്മൾ ഈ ഇത്തരം ഇപ്പോ ആ പെൺകുട്ടി ഏതെങ്കിലുമൊക്കെ പിന്നെ ബയോളജി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയം എടുത്ത് പഠിച്ച് അങ്ങനെ അതിൽ റിസർച്ച് ചെയ്യുക വഴിയായിരിക്കുമല്ലോ അതിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ വിദ്യാഭ്യാസം കാർഷിക രംഗത്ത് പുതിയ പുതിയ വിത്തുകൾ കണ്ടെത്താനും സങ്കര ഇനം വിത്തുകൾ കണ്ടെത്താനും അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വിളവുണ്ടാക്കാനും, by helping to discover new seeds, new type of seeds, then combination of different seeds. Education helps you to increase the productivity, the agricultural products. And doing so, education helps you in enhancing the productivity of your country, and consequently it will be helping in the economic development of your country. അപ്പൊ ഈ രീതിയിൽ വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ സഹായിക്കണം എന്നാണ്. നിങ്ങൾ പിന്നെ മുതലിയാർ കമ്മീഷന്റെ റിപ്പോർട്ട് അല്ലെ, മുതലിയാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ടിലാണോ മുതലിയാർ കമ്മീഷന്റെ റിപ്പോർട്ടിലാണോ എന്നറിയില്ല. എനിക്ക് എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ടിലായിരിക്കാം. അതിന്റെ ആദ്യം പറയുന്നത്
എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, അല്ലെ? ഓർമ്മണ്ടോ? യെസ്. എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ പറഞ്ഞത്? അവിടെ പറയുന്നിടത്ത് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി. കാരണം നമ്മൾ ഇപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ച ഒരു രാജ്യം, അതുകൊണ്ട് നമ്മൾ വികസിക്കാത്ത ഒരു രാജ്യമാണ്. ഒരു വികസിത രാജ്യം എന്ന ഒരു സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ മറ്റു ചില ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്, സെക്കുലറിസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പറയുന്ന ഒരു ലക്ഷ്യമാണിത്, നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തിന് ഒരു സാധ്യത വരികയുള്ളൂ. സോ ഈ ഒരു രീതിയിൽ വിദ്യാഭ്യാസം ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ധർമ്മം നിർവഹിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഈ പുതിയ പുതിയ കോഴ്സുകളും മറ്റും അല്ലെ, വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ കോഴ്സുകൾ വരുമ്പോ പുതിയ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വരും. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പെങ്ങളുടെ മകൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അവൻ കൊമേഴ്സിന് ചേർന്ന് അതൊക്കെ മതിയാക്കി അവിടെ നിൽക്കാണ്. അപ്പൊ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ആത്തിക്കാക്ക തന്നെ വിളിക്കാം, ആത്തിക്കാക്ക ഒന്ന് എറണാകുളത്തേക്ക് വിളിക്കണം, അവിടെ ഒരു ലോജിസ്റ്റിക് ടെക്നോളജി എന്ന് പറയുന്നൊരു കോഴ്സ്. ഞാൻ അന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് അല്ല, ഓൺലൈൻ കമ്പനികൾക്കും ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരുടെ ഈ ഐറ്റം ഷിപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ലോജിസ്റ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് അറിയാനൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്തേക്ക് വിളിച്ചു, ഈ ഓഫീസിലേക്ക്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ലോജിസ്റ്റിക് ടെക്നോളജി പഠിപ്പിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഷിപ്പ് ചെയ്യുമല്ലോ, സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ അയക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് പാക്ക് ചെയ്യേണ്ടത്, അതുപോലെ അത് സാധനം ഡാമേജ് ആകാൻ സാധ്യതയുള്ള സാധനങ്ങളാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അത് ഏത് രീതിയിലാണ് അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും ഷിപ്പിംഗ് ഒക്കെ നടക്കേണ്ടത് എന്ന് അങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ നിങ്ങളുടെ രാജ്യത്ത് മാമ്പഴം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണെന്ന് വിചാരിക്കുക, നിങ്ങളത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഇവിടുന്നത് സാധാരണ പാക്ക് ചെയ്ത് അമേരിക്കയിൽ അയച്ചാൽ അമേരിക്കയിൽ എത്തുമ്പോഴേക്കും അതൊക്കെ ആകെ തേച്ചിട്ടുണ്ടാവും, അതൊക്കെ ആകെ നാശമായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഈ രീതിയിൽ കോഴ്സുകൾ, ഇപ്പൊ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ, ഇപ്പോൾ എല്ലാത്തിനും കോഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ, ബിസിനസ് മാനേജ്മെന്റ്, യു കൻ സീ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സസ്, then logistic courses are there, then business management courses are there, different courses are there, and all these are the contribution of education. So nowadays you can ship anything from your country to any part of in this world without getting damaged. Nowadays you have got different strategies for enhancing your business because there are such courses. ഇപ്പൊ പല്ലിന്റെ കാര്യത്തിലോ, ഞാൻ പണ്ട് ഒരു പല്ലുവേദന ഒന്നും എന്താ സംഭവം, നോളജ് എക്സ്പ്ലോഷൻ ആണ് ഇപ്പോ അല്ലെ. പണ്ടൊരു പല്ലുവേദന എന്താ ചെയ്യാം, there was only one solution. What was that? Just extract your tooth. പല്ല് പറിക്കുക, വേറൊരു വഴി വന്നില്ലേ. പല്ല് വേദന വന്നു, ഡോക്ടർ ആദ്യം ഒരു ഗുളിക തരും, ഒരു പെയിൻ കില്ലർ തരും, ഒരാഴ്ച കഴിക്കാൻ പറയും. ഒരാഴ്ച കഴിച്ചിട്ട് പിന്നെയും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വേദന തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ ഡോക്ടർ പറയും ഇനി പല്ല് പറിക്കുക എന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറയും. 2 ദിവസത്തേക്ക് ഗുളിക തരും, വേദന ഒന്ന് നിന്നാൽ പോയിട്ട് പല്ലെന്തെയും പറിച്ചറിയും. ഇപ്പോഴെന്താണ്, ഇപ്പൊ സ്പെഷ്യലിസ്റ്റുകളാണ്, എൻഡോഡെന്റിസ്റ്റ്, പിന്നെ പ്രോസ്റ്റോഡെന്റിസ്റ്റ്, കൺസർവേറ്റീവ് ഡെന്റിസ്റ്റ്, റൂട്ട് കനാൽ ചെയ്യുന്ന ഡെന്റിസ്റ്റ് എന്ന സ്പെഷ്യലിസ്റ്റ്, ഈ മുമ്പിലത്തെ നമ്മുടെ മുന്നിലുള്ള പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ്, സൈഡിലുള്ള പല്ലുകൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അതുപോലെ പല്ല് വെക്കുന്ന ആളുകൾ, മോണ സ്പെഷ്യലിസ്റ്റ്, മോണക്ക് അൾസർ വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കുന്ന സ്പെഷ്യലിസ്റ്റ്, പിന്നെ പല്ല് വെക്കുന്ന സ്പെഷ്യലിസ്റ്റ്, അതിൽ തന്നെ പല്ലവിടെ വെച്ചിട്ട് എടുക്കുന്ന സ്പെഷ്യലിസ്റ്റ്, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 പല്ലിനോട് ഘടിപ്പിച്ചിട്ട് സെൻട്രൽ ഒരു പല്ല് വെക്കുന്നത്, ആ ഒരു രീതി. പിന്നെ അറ്റത്തെ പല്ലാണ് പോകുന്നതെങ്കിൽ അവിടെ പിന്നെ അതിന്റെ അപ്പുറത്ത് പല്ല് ഘടിപ്പിക്കാനില്ലാത്തത് കൊണ്ട് ആദ്യം തന്നെ നമ്മുടെ മോണ ചെറുതായിട്ടൊന്ന് തുറന്ന് ഒരു സ്ക്രൂ അവിടെ ഘടിപ്പിക്കും.
ആ സ്ക്രൂ ഘടിപ്പിച്ചതിന് ശേഷം ഒരു 6 മാസം ചെക്ക് ചെയ്യും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ സ്ക്രൂവിന്റെ മേലെ പുതിയൊരു പല്ല് ഘടിപ്പിക്കും. ഇങ്ങനെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഈ രീതിയിൽ ഒരുപാട് പുതിയ പുതിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നു ലോകത്ത്. ഇതൊക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തെ സഹായിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോ ഇപ്പം ഈ പല്ലിങ്ങനെ സ്ക്രൂ ആദ്യം ഫിറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് പല്ല് ഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ക്രൂ ഉണ്ടാക്കുന്ന ഫാക്ടറി വരും, ആ സ്ക്രൂവിൽ മുറുക്കുന്ന പല്ലുണ്ടാക്കുന്ന ഫാക്ടറി വരും. And each and everything is a contribution of education. Are you able to follow? Yes. Yes. Yes, sir. Yes, sir. Then comes the transportation facility. We told this one. Yeah. Education brings advancement in the field of transportation facility. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോർട്ടിങ് തന്നെ. പണ്ട് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാം? പണ്ട് നിങ്ങൾ മാമ്പഴം എക്സ്പോർട്ട് ചെയ്താണ് എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാലും ശരി കപ്പലിലാണ് സാധനം കൊണ്ടുപോകാം. കപ്പൽ ചിലപ്പോൾ യൂറോപ്പിലേക്ക് എത്തുമ്പോഴേക്കും 2 മാസം കഴിയും. മാമ്പഴം പോയിട്ട് മാമ്പഴത്തിന്റെ അണ്ടി പോലും ചിലപ്പോൾ ബാക്കി ഉണ്ടാവും ഇല്ല. ഇപ്പോഴോ നിങ്ങൾ ഇന്ന് രാവിലെ അയച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും സാധനം എത്തി അമേരിക്കയിലെത്തി. So it has brought some advancements in the field of transportation, and this advancement in the field of transportation offer you better, or I think the speedy exporting of your items to another country. Again, it's a part of your economic development. And look at this information technology. But information technology ഒന്നുമല്ലേ നമ്മുടെ വിവര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതും വിദ്യാഭ്യാസത്തിന്റെ ഒരു സംഭാവനയാണ്. അതുവഴി എന്തുണ്ടാകുന്നുണ്ട്? അതുവഴി നമുക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടം ഉണ്ടെന്ന്. ഇപ്പം ഫ്രീലാൻസ് റൈറ്റിംഗ് പോലുള്ള. അത് മാത്രമല്ല, ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനികളാണ്. ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ത്യയിലെ ചില കമ്പനികൾ അമേരിക്കയിലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ചില കമ്പനികളുമായി ടൈപ്പാണ്. അങ്ങനെ ടൈപ്പ് ആകുന്ന രീതിയിൽ ഇവർക്ക് നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ചർച്ച ചെയ്യാം. ഓൺലൈൻ ബിസിനസ്സുകൾ വന്നു. ഓൺലൈൻ ബിസിനസ്സുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു. ഇതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷനും കാര്യങ്ങളൊക്കെ 4th സെമസ്റ്ററിൽ വീണ്ടും പഠിക്കും. ഇതൊക്കെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിന്റെ ഒരു സാമ്പത്തിക വികാസം എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധത്തിലും മറ്റൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, നമ്മുടെ ആരോഗ്യ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കൾച്ചറിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ അന്തർദേശീയ കമ്പനികൾ വളർന്നു വരുമ്പോൾ സാധാരണക്കാരായ കച്ചവടക്കാരുടെ കച്ചവടങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുലത്തൊഴിലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെ, കുടിൽ വ്യവസായങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഇപ്പോൾ സംസാരിക്കുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. അത് വലിയ ആനക്കാര്യമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ല. എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തെ സഹായിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ there is advancement in the field of information technology. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് സാധ്യതകൾ, പുതിയ പുതിയ സാധ്യതകൾ വന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ വന്നു. ഇപ്പൊ പണ്ട് ആണെങ്കിൽ നമുക്കിപ്പോ പഠിക്കാനുള്ള ഒരു ഇന്റലിജൻസ് ഇല്ലെങ്കിൽ പിന്നെ അവ വെറുതെ ഇരിക്കണം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ ആളുകളൊക്കെ വലിയ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ രാജ്യങ്ങൾ വർക്ക് ചെയ്യണം. If you look at different countries, you will see that most of the computer engineers, most of the computer programmers are from India. Just look at Google. CEO of Google is Sundar Pichai, and CEO of Microsoft is Satya Nadella, all are from India. So advancements in the field of information technology is also a contribution of education, and it also helps in the economic development of a country. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മള് ഈ ഉഭയകക്ഷി ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് കേട്ടിട്ടില്ല അല്ലെ? നിങ്ങളിപ്പോ ചില സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിൻലൻഡിൽ പോയി ഫിൻലൻഡ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നു, ചില പ്രത്യേകമായ ബിസിനസ് ഉടമ്പടികൾ ഒപ്പുവെച്ചെന്നൊക്കെ കേൾക്കാറില്ല.
ബൈലാറ്ററൽ റിലേഷൻ. ഈ ബൈലാറ്ററൽ റിലേഷൻസിനെ സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റു രാജ്യങ്ങളിലെ നേതാക്കന്മാരോട് സംസാരിക്കാനും അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടാനും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് ആ തരത്തിൽ ഒരു ഉടമ്പടി തയ്യാറാക്കി അതിൽ അവരെ കണ്ട് ഒപ്പുവെപ്പിക്കാനൊക്കെയുള്ള കഴിവുള്ള നേതാക്കന്മാർ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആണല്ലോ. നല്ല ഒരു മറ്റുള്ള രാജ്യത്തുള്ള പ്രധാനമന്ത്രിമാരുമായും പ്രസിഡന്റുമാരുമാരൊക്കെ കാണാനും സംസാരിക്കാനും അവരെ മുന്നിലെടുക്കാനും അവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മാത്രമല്ല നല്ല സാമ്പത്തികമായിട്ട് കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ വേണം. എത്രത്തോളം സത്യമാണ് എന്ന് ഞാൻ പറയാം. കാരണം ഒരു രാഷ്ട്രീയമാകുന്നതുകൊണ്ട് പലപ്പോഴും ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം, ലോകത്തെമ്പാടും സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം വരാതെ പിടിച്ചു നിർത്താൻ മൻമോഹൻ സിംഗിന് സാധിച്ചു എന്നൊക്കെ സാധാരണ പറയാറില്ല. ഞാൻ മൻമോഹൻ സിംഗിന്റെ പല പോളിസികളെയും എതിർക്കുന്ന ആളാണ്. 1991 ഇന്ത്യയിൽ വന്നിട്ടുള്ള ലിബറലൈസേഷനും അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ പ്രൈവറ്റൈസേഷന്റെ ചില ഇഫക്റ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ട് എന്നും നോളജ് കമ്മീഷനും ഒക്കെ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ തികച്ചും എതിർക്കുന്ന ആളാണ് ഞാൻ. കാരണം നോളജ് എക്കോണമി എന്നൊരു കോൺസെപ്റ്റിലേക്ക് വിദ്യാഭ്യാസം പോവുകയും വിദ്യാഭ്യാസത്തിന്റെ പരമ്പരാഗതമായ മൂല്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം വ്യതിചലിക്കാൻ കാരണമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത് ഈ 1991 ശേഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇദ്ദേഹം ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധനായതുകൊണ്ട് ലോകത്ത് മൊത്തത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അതിൽ ഉലയാതെ പിടിച്ചു നിർത്താൻ, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് സാധാരണ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ പറയുന്നത് ആ രീതിയിൽ സാമ്പത്തിക വിദഗ്ധന്മാരെയും മറ്റും സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. ഈ ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റുകളുടെ ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ധനമന്ത്രിമാര് ശരിയായ രീതിയിൽ ധനകാര്യ മാനേജ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോകും രാജ്യങ്ങൾ. അങ്ങനെ ധനകാര്യ മാനേജ്മെന്റ് നടത്താൻ സാധിക്കണമെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്മാരായിരിക്കണം ധനകാര്യ മന്ത്രിമാരാകുന്നത്. അപ്പൊ അങ്ങനെ സാമ്പത്തിക വിദഗ്ധന്മാരെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. അപ്പൊ സാമ്പത്തികമായി നല്ല കാഴ്ചപ്പാടുള്ള, സാമ്പത്തിക രംഗത്തെ കുറിച്ച് അറിവുള്ള, മറ്റു രാജ്യത്തുള്ള നേതാക്കന്മാരുമായി സംവദിക്കാനും അവരുമായി സംസാരിക്കാനും അവരെ നമ്മുടെ ഒരു ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലപ്പെടുത്താനും അത് കൂടുതൽ ഫലപ്രദമാക്കാനും അത് കൂടുതൽ ഉപകാരപ്രദമാക്കാനും വിജയപ്രദമാക്കാനൊക്കെ സാധിക്കണമെങ്കിൽ we have to create great leaders. And education, education സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. True education would create such leaders who can keep some better bilateral relationship with other countries, and they can earn more foreign money, or they can help the economic development of a country. So education creates such leaders with foresight. ദീർഘവീക്ഷണം അല്ലെ? ദീർഘവീക്ഷണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി നേരത്തെ തയ്യാറെടുക്കുക. വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ മുൻകൂട്ടി കാണാനുള്ള ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ വരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. So education helps in creating some leaders who have got some communication skill, foresight, multi-sighted vision, and the ability to keep some better bilateral relationship with other countries. And such leaders will be bringing to you some development. If സിംഗപ്പൂരിനെ കുറിച്ച് സാധാരണ പറയുന്ന സിംഗപ്പൂരിന്റെ ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഭരണാധികാരിയായതിനു ശേഷമാണ് സിംഗപ്പൂർ വെച്ചടി വെച്ച് കയറിയെന്ന കൊച്ചു രാജ്യമാണ് സിംഗപ്പൂർ. എന്നാൽ
ഒരു 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 വികസിത രാജ്യത്തെ പോലെയാണ്. അത്രയും വികസനം അവിടെ ഉണ്ടായി എന്നാണ്. ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയും ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ടാണ് സിംഗപ്പൂർ അത്രയും വളർന്നു വന്നത് എന്ന് പറയാം. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചില ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ആധുനിക ഗൾഫ് രാജ്യത്തിന്റെ ശില്പി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലരെ കുറിച്ച് പറയുന്നത് കേൾക്കും. അത് ഒരു വളരെ അധികം വികസനമില്ലാത്ത ഒരു രാജ്യത്തെ ചില പ്രത്യേകമായ നടപടിക്രമങ്ങളോടെ ദീർഘവീക്ഷണത്തോടുകൂടി പിന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വികസിപ്പിച്ചു എന്നതുകൊണ്ടാണ്. സോ എഡ്യൂക്കേഷൻ ഹെൽപ്സ് യു ഇൻ ക്രിയേറ്റിംഗ് സച്ച് ലീഡേഴ്സ് ആൻഡ് സച്ച് ലീഡേഴ്സ് ക്യാൻ ഹെൽപ്പ് യു ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇതിൽ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് ഇനിയും ചേർക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആദ്യം പറയേണ്ടതാണ്. അത് ഞാൻ അവസാനമാണ് പറയുന്നതെങ്കിലും അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. എഡ്യൂക്കേഷൻ ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. വിദ്യാഭ്യാസം തന്നെ എന്താണ്? ഒരു നിക്ഷേപമാണ്. വിദ്യാഭ്യാസം തന്നെ ഒരു നിക്ഷേപമാണ് എന്നല്ല, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് എന്ത്? വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം എന്ന നിക്ഷേപത്തിൽ there is a difference. The main capital in this investment called education is nothing else but human capital. സാധാരണ മറ്റ് കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? പൈസയാണല്ലേ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം എന്ന് പറയുന്നത് ആരാണ്? കുട്ടിയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം, സാധാരണ ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. നിങ്ങളുടെ മുമ്പിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് സീനിയേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ 10ാം ക്ലാസ് കഴിയുന്നു 2 കുട്ടികൾ. ഒരു കുട്ടിയുടെ രക്ഷിതാവ് അവൻ എന്ത് ചെയ്യുന്നു? ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റേ കുട്ടിയുടെ രക്ഷിതാവ് അവനെ +2 വിടുന്നു. ഫാക്ടറിയിൽ പോകുന്ന കുട്ടിക്ക് ഒരു മാസം 5000 രൂപ ശമ്പളം കിട്ടുന്നു. അല്ലെ, ഒരു വർഷം എത്രയായി? 60,000 രൂപയായി. മറ്റേ കുട്ടി +2 പോകുന്നു, കുറെ പൈസ ചെലവാക്കുന്നു. ഡിഗ്രിക്ക് പിന്നെ MBBS പോകുന്നു, 5 വർഷം MBBS ചെയ്യുന്നു, പിന്നെയും MD ചെയ്യുന്നു. MD ചെയ്യാൻ വേണ്ടി പിന്നെയും 2 വർഷം പോകുന്നു. അപ്പോ 2ഉം 5ഉം 7ഉം 9 വർഷം, ഒരു 10 വർഷം കൊണ്ട് 10 വർഷം പിന്നെയും പഠിക്കാണ്. 10 വർഷം കൊണ്ട് ആദ്യത്തെ കുട്ടി എത്ര സമ്പാദിക്കുന്നു? 6 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. എന്നാൽ ഡോക്ടറായി പുറത്തു വരുന്ന ഈ 2ാമത്തെ കുട്ടി ഒരു മാസം ചിലപ്പോൾ അവന് കുറഞ്ഞത് 1 ലക്ഷം രൂപയായിരിക്കും. ആദ്യത്തെ കുട്ടി 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയ 6 ലക്ഷത്തേക്കാൾ കൂടുതൽ ഒരു വർഷം കൊണ്ട് 12 ലക്ഷത്തിലേക്ക് ആരെത്തുന്നു? വിദ്യാഭ്യാസം ലഭിച്ച കുട്ടി എത്തുന്നു. അത് മാത്രമല്ല, ഞാനിത് ഒരു സാമ്പത്തിക രംഗത്തൂടെയാണ് നോക്കുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആളായിരിക്കും ചിലപ്പോൾ ഡോക്ടറേക്കാൾ വലുത്. അത് ഞാൻ മറ്റൊരു കാഴ്ചപ്പാടിലൂടെയാണ് അത് നോക്കുക. കാരണം ഞാൻ ഒരു സംഭവം കണ്ടു. ഒരു ദിവസം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു ഒരാളുടെ കൂടെ. അപ്പൊ ഒരാളിങ്ങനെ പോയി, നല്ല പത്രാസൊക്കെയുള്ള ഒരാൾ പോയി. ചോദിച്ചു, ഇയാളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അയാൾ ഭയങ്കര ഫേമസ് ആണ്, നല്ല പൈസക്കാരനാണ്, ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശസ്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വന്നു, ഇയാളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അയാൾ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനാണ്, ആരുടെ ഒരു സ്വാധീനമൊന്നും ഇല്ലാത്ത, പ്രശസ്തിയൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നേരത്തെ പോയ ആളെപ്പോലെയുള്ള 1000 ആളുകൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഇയാളെ പോലെയുള്ള ഒരാൾ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റൊരു തലത്തിലാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇവിടെ സാമ്പത്തിക വികാസം എന്ന രീതിയിൽ നോക്കിക്കാണുന്നത് കൊണ്ടാണ്. അപ്പൊ ഡോക്ടർക്ക് എന്ത് ചെയ്തു? ഡോക്ടറായ കുട്ടിക്ക് ഒരു വർഷം 12 ലക്ഷമാണ്. അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ടാക്സ് അടക്കേണ്ട എത്രയാണ് ടാക്സ് ലിമിറ്റ്? ഒരാൾക്ക് ഒരു വർഷം 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് ടാക്സ് അടക്കേണ്ടത്, അല്ലെ? 2.5 ലക്ഷമാണെങ്കിൽ 20% അല്ലെ, 10% അല്ലെ, ഞാൻ മറന്നുപോയി. പിന്നെ 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%. അങ്ങനെ ഒരു ടാക്സിന്റെ ഒരു റേഞ്ച് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ആള് 12 ലക്ഷമാണ് അയാളുടെ ഒരു വർഷത്തെ വരുമാനം. അയാൾ 30% മാർക്ക് ടാക്സ് കൊടുക്കണം, ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം. നേരത്തെയുള്ള ആള്
ഒരു വർഷം 60,000 വരുമാനം. ആർക്ക് ടാക്സ് ഇല്ല? ഗവൺമെന്റിന് ടാക്സ് ഇല്ല. അപ്പൊ ഗവൺമെന്റ് ആദ്യത്തെ കുട്ടിക്ക് വേണ്ടി ഗവൺമെന്റും അവന്റെ രക്ഷിതാക്കളും ഒക്കെ ചെലവഴിച്ച പൈസ മുഴുവൻ തിരിച്ചു കിട്ടുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം ഒരു നിക്ഷേപമാണ് എന്ന ഒരു കാഴ്ചപ്പാട്. So education itself is an investment. Sometimes you may be asked a paragraph question. Explain education as an investment. വിദ്യാഭ്യാസം തന്നെ ഒരു നിക്ഷേപമാണ്. വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകൾ അത് രാജ്യത്തിന്റെ ഒരു മൂലധനമായി മാറുന്നു. അവർ രാജ്യത്തിന് പിന്നീട് ടാക്സ് കൊടുക്കാൻ തുടങ്ങുന്നു. അതിലൂടെ അവന്റെ കുടുംബത്തിനും രാജ്യത്തിനും ഗവൺമെന്റിനും മറ്റുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ സാമ്പത്തിക വികാസം ഉണ്ടാകുന്നു എന്ന കാഴ്ചപ്പാട്. So another function of education is economic development. So now we have explained different functions: socialization, social control, social change, social reformation, social transformation, and economic development. I think a few more items are there. We will discuss those items in another class. Again, I'm very sorry because ഞാൻ എൻ്റെ വികാരം നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായി പോയി. സോറി, ക്ഷമിക്കുക. സോ 10:56 ഒരു 4 മിനിറ്റ് നിങ്ങൾക്ക് 11:10 വരെയാണ് ഇന്റർവെല്ല്. കുറച്ചുകൂടെ ഒരു 4 മിനിറ്റ് നേരത്തെ ഞാൻ ഇറങ്ങുന്നു. ഇത്രയും സമയം എന്നെ ശ്രവിച്ചതിന്, സഹകരിച്ചതിന്, ഇത്രയും ക്ഷമയോടുകൂടി എൻ്റെ കൂടെ സമയം ചെലവഴിച്ചതിന് നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you, sir. Thank you, sir.